ഓണത്തിൻ്റെ ഓട്ടമായിട്ട് കാറ് നല്ല പണി കിട്ടിയിരിക്കുക. ഇന്നത്തെ ഫുള്ള് വീഡിയോ കാണാട്ടോ. നമ്മൾ എന്തൊക്കെ ഒരു ദിവസം ചെയ്യണമെന്നുള്ള വീഡിയോ നമുക്ക് കാണാട്ടോ. നമ്മൾ ഷോപ്പിലെത്തിയപ്പോൾ ഒരു കുട്ടിയുടെ UK കസ്റ്റമറിൻ്റെ ഓർഡർ ആയിരുന്നു. അവർക്ക് വേണ്ടി ഇതേ ഡ്രസ്സ് ചെയ്യണം. ഒരു വിങ്സൊക്കെ വെച്ചിട്ട് 1 ഇയർ ബേബിക്കുള്ള ഒരു ബർത്ത്ഡേ ഉടുപ്പാണ് കേട്ടോ. ബർത്ത്ഡേയുടെ ഉടുപ്പാണ്. ഫ്രോക്ക് പോലെ നല്ല ഹെവി ആയിട്ടുള്ളൊരു ഫ്രോക്കാണ് ചെയ്യുന്നത്. എൻ്റെ ഒരു ഫ്രണ്ടാണ്, അവർക്ക് ബേബി ഷവർ നമ്മൾ ഡ്രസ്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് നമ്മളിത് ചെയ്യുന്നത്. പിന്നെ അത് കഴിഞ്ഞ് ഈ കളക്ഷൻസിൻ്റെ കുറച്ച് ഫോട്ടോസ് എടുത്ത് വെക്കണം എന്ന് പറഞ്ഞിട്ട്, അപ്പോൾ അതിൻ്റെ കുറച്ച് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ സെറ്റാക്കാണ്. ഇതിന് കുറച്ച് സ്റ്റോക്ക് നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നു റെഡി ആയിട്ട്. അപ്പോൾ അതിൻ്റെ കുറേ കളേഴ്സ് വേണമെന്ന് പറഞ്ഞിട്ട് കുറേ ആൾക്കാർ എനിക്ക് ഒരു വന്നിരുന്നു. അപ്പോൾ അത് ഞാൻ എല്ലാവർക്കും വേണ്ടിയിട്ട് കുറച്ച് ഫോട്ടോ എടുത്ത് വെച്ചതാണ്. നമുക്കൊരു 1500 റേഞ്ചൊക്കെ വരും. പിന്നെ 1100 ഉണ്ട് കേട്ടോ. ഡബിൾ ഷെയ്ഡ് അല്ലാത്തൊക്കെ 1100 നമ്മൾ ഷോപ്പിലേക്ക് വന്നത്. ബ്ലൗസ് കുറച്ച് ബാലൻസ് ഉണ്ടായിരുന്നു. ഈ ഒരു ബ്ലൗസ് ഒരു 5-6 പീസ് നമുക്ക് കൊടുക്കാനുണ്ടാവും കേട്ടോ. റെഡിമെയ്ഡാണ്. പിന്നെ നേരത്തെ കണ്ടതിന് തന്നെ കുറച്ച് വേറെ ഷെയ്ഡ്സുകൾ, കളേഴ്സുകൾ, ഇതൊക്കെ നമുക്ക് അവൈലബിൾ ആണ്. ഷോപ്പിൽ ഓർഡർ ചെയ്ത് കിട്ടും. അതുപോലെ പുതിയ ഈ ഡിസൈൻസ് കുറച്ച് ചെയ്യാൻ ഹാൻഡ് വർക്ക് കൊടുത്തിട്ടുണ്ട്. ഇത് ഓണത്തിൻ്റെ കളക്ഷനിൽ വരുന്ന ഒരു ഡിസൈൻസാണ്. അപ്പോൾ നമുക്ക് കുറച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത് കുറച്ച് ഹെവി വർക്കാണ്. സിൽവർ കട്ട് ബീഡ്സും കട്ട്ദാനിയൊക്കെ ഇട്ടിട്ട് നല്ല ഹെവി ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഓണത്തിൻ്റെ ഭാഗമായിട്ട് ഈ പാർട്ടി വെയറുടെ കല്യാണങ്ങളൊക്കെ ഉണ്ടാവില്ല. അപ്പോൾ അതിന് വേണ്ടി ഇടാൻ വേണ്ടിയിട്ട് കുറച്ച് വെറൈറ്റി ആയിട്ടാണ് ചെയ്യുന്നത്. പിന്നെ ഓണം സീരീസിൽ വരുന്ന ഇതുപോലത്തെ വൈറ്റിൽ ഹാൻഡ് വർക്കഡ് കുർത്തീസ് നമുക്കൊരു 1000-999 റേഞ്ചിലൊക്കെ നിങ്ങൾക്ക് കിട്ടാവുന്ന രീതിയിലാണ് ചെയ്യുന്നത്. ഇതൊരു ഇത്തിരി കൂടും. അനാർക്കലി പോലെ സെറ്റ് ചെയ്യാനായിട്ടാണ് ഈ ഡിസൈൻ ചെയ്യുന്നത് കേട്ടോ. പിന്നെ നൂല് വെച്ചിട്ട് റെഡും മെറൂണും നൂല് വെച്ചിട്ടാണ് ഇതിൽ കോമ്പിനേഷൻ കൊടുത്തിരിക്കുന്നത്. ഓഫ് വൈറ്റ് ജോർജറ്റ് മെറ്റീരിയലാണ് കേട്ടോ. നമ്മുടെ ഷിഫോൺ ജോർജറ്റ് മെറ്റീരിയൽ. അതുപോലെ ഈ നൂലൊക്കെ കണ്ട അവരിങ്ങനെ ഹാൻഡ് വർക്കാണ്, ഫുൾ ഹാൻഡ് വർക്കാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ നെക്സ്റ്റ് നമുക്കൊരു ഈ എന്താ പറയുക, ചെമ്പരത്തി പൂ പോലത്തെ ഒരു ഡിസൈനിൽ ആപ്ലിക് വർക്ക്. ഇത് നെക്സ്റ്റ് സാരി വരുന്നുണ്ട് കേട്ടോ. ഇതൊരു അടുത്ത സാരിയുടെ ഒരു ഡിസൈനാണ്. അതുപോലെ തന്നെ വേറെ അടുത്തൊരു സാരി ഇതേ ഉണ്ടമല്ലിയുടെ ഒരു സെറ്റപ്പിൽ. പിന്നെ ഇത് ചെമ്പകത്തിൻ്റെ ഇതിൽ. അങ്ങനെ കുറച്ച് സാരീസ് വരുന്നുണ്ട് ഓണം സീരീസിൽ. ഡെയിലി അപ്ഡേഷൻസ് ഉണ്ടാവും. സാരിയുടെ കുർത്തേടിയും ഉണ്ടാവും ഒരു ദിവസം. പിന്നെ ചെത്തിയിലൊരു സാരി വരുന്നുണ്ട്. അതൊക്കെ ലിമിറ്റഡ് സ്റ്റോക്ക് ഉണ്ടാവുള്ളൂ കേട്ടോ. ഒരൊറ്റ പീസുകളെ ചെയ്യുന്നുള്ളൂ. അപ്പോൾ വേഗം തന്നെ ബുക്ക് ചെയ്യാൻ മതി. ഇത് നമ്മുടെ ഹൈലൈറ്റ് ആയ പീസ് ഓർമ്മയില്ലേ? പിന്നെ നമ്മുടെ ഇന്നലെ റീൽസൊക്കെ ഇട്ടിട്ടുള്ള മറ്റേ ആപ്ലിക് വർക്ക് കൊടുത്തിട്ടുള്ള ആ സാരിയാണിത്. മൽക്കോട്ടൺ ഫാബ്രിക്കിൽ വരുന്ന ഈ ഒരു ആപ്ലിക്ക്, മ്യൂറലിൻ്റെ ഫുൾ ആപ്ലിക്ക് കൊടുത്തിട്ട് ഇതുപോലെയാണ് നമ്മൾ ഡിസൈൻ ചെയ്തെടുത്തിരിക്കുന്നത് കേട്ടോ. നല്ല സ്റ്റൈലായിട്ടുണ്ടായിരുന്നു വീട്. എനിക്ക് ഭയങ്കര ഹാപ്പി. കാരണം ഒരു 1 hour കൊണ്ട് സാരിയും ബ്ലൗസും നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ട് ഷൂട്ട് പെട്ടെന്ന് പ്ലാൻ ചെയ്തതാണ്. കുട്ടി വേറെ ഷൂട്ടിലുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഡ്രസ്സ് കൊണ്ടുവരാൻ പറഞ്ഞപ്പോൾ നമ്മൾ പെട്ടെന്ന് പോയി എടുത്തതാണ്. വീഡിയോ എഡിറ്റ് ചെയ്തിട്ടൊന്നും കിട്ടിയിട്ടില്ല. എനിക്ക് കിട്ടാനുണ്ട്. കിട്ടുമ്പോൾ നല്ല റീൽസൊക്കെ ഇടാം കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ ഫോട്ടോഷൂട്ട് ഇന്നത്തെ ഒരു ദിവസത്തെ കാര്യമാണ്. ഫോട്ടോഷൂട്ടിന് പോയി ഞങ്ങളത് ഇവിടെ കുറേ അമ്പലത്തിൻ്റെ കുട്ടനെല്ലൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മൾ അമ്പലത്തിൻ്റെ അവിടെ ഷൂട്ട് ചെയ്തത്. ഫോട്ടോഗ്രാഫർ ഒരു ഇരിഞ്ഞാലക്കുടിയുള്ള ആളായിരുന്നു. അപ്പോൾ മോഡൽ നമ്മുടെ ആനക്കല്ലിലുള്ള നമ്മുടെ അടുത്തുള്ളൊരു കുട്ടിയായിരുന്നു. ഇപ്പോൾ ആദ്യമായിട്ടാണ് നമ്മൾ ദക്ഷിണയുടെ ഷൂട്ട് ചെയ്യുന്നവർ. ഇപ്പോൾ അതിൻ്റെ കുറച്ച് പരിപാടികളായിട്ട് അപ്പോൾ അതിലും ഫുള്ളും നമ്മൾ നിന്ന് തന്നെ ചെയ്തു. നമ്മുടെ കൂടെയുള്ളത് അന്ന ബ്യൂട്ടി പാർലറിൻ്റെ ജിജി ചേച്ചിയാണ്. പിന്നെ അതിൻ്റെ കുറച്ച് വിഷ്വൽസൊക്കെ ചെറുതായിട്ടൊക്കെ നിങ്ങൾക്ക് ഞാൻ ഇട്ടിട്ടുണ്ട്. ഇനി ഫുൾ റീലായിട്ട് ഗ്രാൻഡായിട്ട് വരും റീലൊക്കെ. പിന്നെ കണ്ടില്ലേ ഓണത്തിനെ പറ്റിയിട്ട്. ഈ സാരി ഡിസ്ക്രിപ്ഷനാണ് ഇപ്പോൾ നമുക്ക് കൊടുത്തിരിക്കുന്നത്. മൽച്ചന്തേരി ഫാബ്രിക്കിൽ, മൽക്കോട്ടൺ ഫാബ്രിക്കിൽ വെച്ചിട്ട് നമ്മൾ ടാസിൽസൊക്കെ കൊടുത്ത് ഓണം സീരീസിൽ എന്നുള്ളൊരു മോഡലാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഫുൾ വീഡിയോ ആയിട്ട് വേറെ ചെയ്യുന്നുണ്ട്. ഇപ്പോഴത്തേക്കുണ്ട് ടാസിൽസും റൗണ്ട് പോലെ ബിന്ദി ഡിസൈൻസ് അപ്പോൾ ഒരു ട്രെൻഡിങ് ഉള്ളു. അപ്പോൾ റൗണ്ടിൽ കൊടുത്തിട്ട് സാരീസിലും അങ്ങനെ ടാസിൽസൊക്കെ കൊടുത്തിട്ട് സെറ്റ് ചെയ്തേക്കുന്നത് കുറച്ച് ഭംഗിയായിട്ട് തോന്നി. അപ്പോൾ ഞാനതൊരു നിങ്ങൾക്ക് കൂടി ഫുള്ളൊന്ന് കാണിക്കുക. നമ്മളൊരു ദിവസത്തെ ഷൂട്ടിൻ്റെ അങ്ങനെ കുറേയൊക്കെ പറഞ്ഞു കൊടുക്കുക, എങ്ങനെയാണ് പോസ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത് അങ്ങനെ അവരെ കൂടെ നിന്ന് കുറച്ച് ഹെൽപ്പ് ചെയ്യുക. അപ്പോൾ നമ്മുടെ കുറച്ച് ഓണത്തിൻ്റെ റീൽസുകൾ എടുക്കാം. ഈ സാരീനെ പറ്റിയിട്ട് ഡിസ്ക്രിപ്ഷൻ പറയുന്നതും കാര്യങ്ങളൊക്കെയാണ്. സാരി വരുന്നത് മറ്റേ മൽക്കോട്ടൺ ഫാബ്രിക്കിൽ വന്നിട്ടുള്ള ലൂറക്സ് ലൈൻ വന്നിട്ടൊരു സാരി ആയിരുന്നു. അപ്പോൾ അതിൻ്റെ ഫ്ലവർ അപ്ലൈ കൊടുത്തിട്ട് റെഡ് ഫ്ലവർ വേണ്ട. അപ്പോൾ അവിടെ നമ്മൾ പോയ സ്ഥലത്ത് ഒരു ചെടിയൊക്കെ ഉണ്ടായിരുന്നു. ഷൂട്ടിന് തൊട്ടപ്പുറത്ത് പാർലറിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു ഏരിയയിലാണ് ഒരു വീട്
വീട്ടിലാണ് ചെയ്തത്. ഒരു ഡൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ചെയ്തത്. നല്ലതായിട്ടുണ്ടായിരുന്നു. നമ്മൾ പ്രതീക്ഷിച്ചില്ല ഇത്ര ഭംഗിയാവും എന്നുള്ളത്. പക്ഷെ ആ സാരിയുടെയും ഇതിൻ്റെ കൂടി ഭയങ്കര ഭംഗിയായിരുന്നു. വീഡിയോയും ഫോട്ടോയും ഒക്കെ നല്ല സ്റ്റൈലായിട്ട് തന്നെ അവർ എടുത്തു തന്നു. ആ പയ്യൻ എഡിറ്റിങ് കഴിഞ്ഞിട്ടില്ല. എഡിറ്റിങ് കഴിഞ്ഞാൽ നമുക്ക് നല്ല റീൽസും വീഡിയോ ഇപ്പോൾ അയക്കാം കേട്ടോ. നല്ല സ്റ്റൈലും വീഡിയോസ് നമുക്ക് ഇതിൽ ഇടുന്നുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ ഡിസ്ക്രിപ്ഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് അതിൻ്റെ ഷൂട്ടും അതിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ 2-3 തെറ്റിപ്പോയി ബബ്ബടിക്കണം. അപ്പം അതൊക്കെ പറഞ്ഞ് ചെയ്ത് അങ്ങനെ നല്ല ഒരു എന്താ പറയുക പ്രത്യേക ഒരു രീതിയിലൊക്കെയായിരുന്നു ഷൂട്ടൊക്കെ തിരക്ക് പിടിച്ചിട്ട്. ഇനി അത് കഴിഞ്ഞിട്ട് ഇതേ ഷൂട്ട് കഴിഞ്ഞു. പിന്നെ ഫാമിലിയുടെ കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ കുറച്ച് സ്കൂളിൽ പോക്കും കുട്ടികളെ എടുക്കലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വീണ്ടും നമ്മൾ ഡിസൈനും കാര്യങ്ങളൊക്കെ ആയിട്ട് ഷോപ്പിലേക്ക് വീണ്ടും എത്തി. പിന്നെ മെസ്സേജുകൾ ഇഷ്ടംപോലെ സാരികളൊക്കെ കമൻറ്റ്സ് മെസ്സേജൊക്കെ വരും. പിന്നെ നമ്മൾ ഇന്നലെ ഒരു വീഡിയോ കണ്ടത് ഇൻസ്റ്റാഗ്രാമിൽ മഞ്ജു വാര്യരുടെ ഒരു റീല്. അപ്പോൾ ആ റീലിൽ നിന്ന് വെച്ചിട്ട് നോക്കുമ്പോൾ നല്ലൊരു ഇതായിരുന്നു. അതേതോ ഒരു ഇതിൻ്റെ ഇനോഗ്രേഷനായിട്ട സാരിയാണ്. നല്ലതായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനത് പ്രിൻറ്റിങ്ങിന് കൊടുത്തിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് അത് കാണാൻ പറ്റും നിങ്ങൾക്ക്. നിങ്ങൾ റേറ്റ് കുറച്ചിട്ട് ബഡ്ജറ്റ് പേ ആയിട്ട് നിങ്ങൾ എത്തും. പിന്നെ ഷർട്ടിൻ്റെ ഡിസൈൻസ് ദക്ഷിണയിൽ ഷർട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഡിസൈൻസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. പേയിൽ ചെയ്ത പിക്ചറുകളാണ്. ഇനി അതിൻ്റെ ഒറിജിനൽ വീഡിയോയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. എംബ്രോയ്ഡറി ഇതാണ് മെഷീൻ എംബ്രോയ്ഡറി. നമ്മൾ റെഡ് ഫ്ലവർ കണ്ടില്ലേ, നമ്മൾ മാനുവലി ചെയ്തിട്ട് ഇപ്പോൾ മെഷീൻ എംബ്രോയ്ഡറിലാണ് കൊടുത്തേക്കുന്നത്. കാരണം ബൾക്ക് ഓർഡേഴ്സാണ് വരുന്നത്. അപ്പോൾ അത് വേഗം ചെയ്ത് കിട്ടണമെങ്കിൽ ഇനി ഒരു 10-12 ഹെഡ് ഉണ്ടാവും. അപ്പോൾ ഒരു ഒറ്റയടിക്ക് 12 എണ്ണം ചെയ്യാൻ പറ്റുന്ന ഒരു വലിയ മെഷീനുണ്ട്. തിരുപ്പൂരൊക്കെയാണ് ആദ്യം ഉണ്ടായിരുന്നത്. ഇപ്പോൾ നമ്മുടെ നാട്ടിലും കേരളത്തിലൊക്കെ ഒരു സ്ഥലങ്ങളിലൊക്കെ ഉണ്ട് ഇത്. അപ്പോൾ അത് നമ്മുടെ നാട്ടിൽ തന്നെ ചെയ്യാൻ പറ്റും. ഇനി ബൾക്കായിട്ട് ഓർഡേഴ്സ് കാര്യങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ നമ്മുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ. നമ്മളവരെ കണക്ട് ചെയ്ത് തരുന്നതായിരിക്കും. നമുക്ക് സാരീസിലോ അങ്ങനെയൊക്കെ അപ്ലിക്ക് വർക്ക് സിമ്പിളായിട്ടുള്ള ഹാൻഡ് വർക്ക് എംബ്രോയ്ഡറി ഒക്കെ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒറ്റ പീസൊക്കെ ചെയ്യണം. നമ്മുടെ ഷോപ്പിൽ തന്നെ ആളുണ്ട്, അവിടെ ചെയ്യാൻ പറ്റും. പിന്നെ ഇതേ നെക്സ്റ്റ് രാത്രി ഫാമിലി ടൈം. ഇനിയിപ്പോൾ കസിൻസ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരെയൊക്കെ തൃശ്ശൂർ കൊണ്ടുപോയിട്ട് ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ആയിട്ട് രാത്രി 10-1 മണിയൊക്കെ ആയിട്ടാണ്. ഇനിയിപ്പോൾ വെടി കഴിഞ്ഞു.